2024 ഏറ്റവും കൂടുതൽ ഹിറ്റ് ചെയ്തിട്ടുള്ള നടന്മാരുടെ ഒരാളാണ് ബേസിൽ. 2024 ഏറ്റവും കൂടുതൽ ഹിറ്റ് ചെയ്തിട്ടുള്ള ഒരു നടന്മാരിലെ ഒരാളാണ് ബേസിൽ. അപ്പോ ഇപ്പോ പ്രാവൻകുടി ഷാപ്പും നല്ല റെസ്പോൺസ് ആണ് വന്നോണ്ടിരിക്കുന്നത്. എന്താ അതിന് ഗുഡൻസ് എന്താണ് ചെയ്യുന്ന ഫിലിംസ് എല്ലാം ഹിറ്റ് ആവുന്നതിന്റെ? നല്ല സിനിമയാണെന്ന് അല്ല, സിനിമകളൊക്കെ നല്ലതായതുകൊണ്ട് തന്നെയാണല്ലോ. സിനിമ നല്ലതാണെങ്കിൽ ഹിറ്റാവും, മോശമാണെങ്കിൽ ആവില്ല. അത്രേ ഉള്ളൂ. ചെയ്യുമ്പോൾ നല്ലത് നോക്കി ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്, അത്രേ ഉള്ളൂ. പിന്നെ അത് വർക്ക് ചെയ്തവരൊക്കെ നല്ല ടെക്നീഷ്യൻസ്, നല്ല ഡയറക്ടേഴ്സ് ഒക്കെയാണ്. ശ്രീരാജ് ഉൾപ്പെടെ അവരൊക്കെ തന്നെ എല്ലാവരും കൂടെ ഉള്ളൊരു പരിപാടിയാണ്. അതേപോലെ തന്നെ ഇതില് 2-3 മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു ബൈക്ക് റൈഡ് സീൻ ഉണ്ട്. അത് എത്രത്തോളം ബുദ്ധിമുട്ടായിരുന്നു? ഒറിജിനൽ ഡ്യൂപ്പാണോ ഒറിജിനലാണോ ചെയ്തത്? ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പാടുപെട്ടു കുറച്ചധികം. ഞാൻ എന്തെങ്കിലും സംഭവിക്കും എന്നുള്ള രീതിയിലായിരുന്നു ഞാൻ ചെയ്തത്. പലരും പറഞ്ഞു എന്നോട് ചെയ്യരുത്, പക്ഷെ സിനിമയാണ് അതിന് ഞാൻ ചെയ്തു. ഫാമിലി സ്റ്റാർ നെക്സ്റ്റ് ആക്ഷൻ സ്റ്റാർ ആവാൻ വേണ്ടിയിട്ടാണ്. ഹെൽമെറ്റ് ഒക്കെ ഇട്ടോണ്ട് ഒരു ധൈര്യം ഉണ്ടായിരുന്നു, എന്തെങ്കിലും പറ്റിയാലും കുഴപ്പമില്ല എന്നുള്ളൊരു കാര്യം. പക്ഷെ പറപ്പിച്ചാൽ കിട്ടും, പിന്നെ നിർത്തിയില്ല. അടിപൊളിയായിട്ട് പടം വന്നിട്ടുണ്ട്. നല്ലൊരു വൈബ് പടം, അതാണ് തോന്നിയത്. ഓരോരുത്തരും പെർഫോമൻസ്, പിന്നെ ഷോർട്സ്, അയ്യോ രക്ഷയില്ല. ഷൈജു കാലത്തേക്കൊന്നും വന്നിട്ടില്ല. അതിൽ കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനുണ്ടായിരുന്നു. അതില് ശിവജിത്ത് ചേട്ടന്റെ മൂത്രപ്പുര ഫൈറ്റ് സീൻ ഇല്ലേ, അതൊരു ഭയങ്കര സീനായിരുന്നു. അത് എങ്ങനെയാണ് ചെയ്തെടുത്തതെന്ന് അറിയാനുള്ളൊരു ക്യൂരിയോസിറ്റി ഉണ്ട്. അതിന്റെ മേക്കിംഗ് ആയാലും പിന്നെ നിങ്ങളുടെ പെർഫോമൻസ് ആയാലും ഒക്കെ എങ്ങനെ അത് മേക്ക് ചെയ്തെടുത്തു, ആ ഒരു എക്സ്പീരിയൻസ്. ശ്രീരാജ് ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരു ഫൈറ്റ് ഉണ്ട്. ആ ഫൈറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. പക്ഷെ നമ്മൾ ആ ഫൈറ്റ് തുടങ്ങുന്നതിൻ്റെ ഒരു 2 ദിവസം മുന്നേ മാസ്റ്ററായിട്ട് ഇരുന്ന് ഒരു പ്രാക്ടീസ് സെഷൻ ഉണ്ടായിരുന്നു. കാരണം അതിൽ കൂടുതലും ലെങ്തി ആയിട്ടുള്ള സിംഗിൾ ഷോട്ട് പരിപാടിയാണ് ഉണ്ടായിരുന്നത്. അപ്പം നമുക്ക് ആ സമയത്ത് കുറേ പ്രാക്ടീസ് ചെയ്ത് ചെയ്യാൻ പറ്റില്ല. നമുക്ക് അറിയുകയാണെങ്കിൽ ആ സമയത്ത് നമുക്ക് കുറച്ചും കൂടി കൂടുതൽ പെട്ടെന്ന് തന്നെ അത് ഇത് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഒന്ന് അത്, രണ്ടാമത് ഞാൻ ചെയ്തിട്ടുള്ള ഫൈറ്റ് പോലെ അല്ല അത്. ഇപ്പം കളരി ചെയ്തിട്ടുണ്ട് ARM-ൽ. അപ്പോൾ അതൊരു കളരിയുടെ ഒരു രീതിയിൽ പോകും. അപ്പം മുന്നേ ചെയ്താണെങ്കിൽ ഒരു ബോക്സിംഗ് ടൈപ്പ് ഫൈറ്റാണ് കൽക്കിയിൽ ചെയ്തത്. ഇത് ശരിക്കും ഒരു നാടൻ ഒരു ഫൈറ്റാണ് വേണ്ടത്. അപ്പം ശരിക്കും നമുക്ക് കുറച്ചും കൂടി മാക്സിമം ചെയ്യാൻ പറ്റുന്ന ഒരു സ്പേസ് ഉണ്ടായിരുന്നു. അപ്പം അത് നമുക്ക് ഇപ്പം മാസ്റ്റർ ആയാലും നമുക്ക് ആ ഒരു ഫ്രീഡം ഉണ്ടായിരുന്നു ചെയ്യുമ്പോൾ. പിന്നെ കൂടുതലും എനിക്ക് ഫൈറ്റ് ചെയ്യുമ്പോഴും കുറച്ചുകൂടി എന്താ പറയുക, റിയലിസ്റ്റിക്കിലോട്ട് പോകാനും താല്പര്യം. അപ്പൊ ആ ഒരു പെയിനൊക്കെ വരുമ്പോൾ നമുക്ക് കൂടുതൽ ആ ഒരു സംഭവം കിട്ടും. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. നമ്മുടെ കൂട്ടുകാരൻ പടം കണ്ടെന്ന് പറഞ്ഞായിരുന്നു, നല്ല കിൻഡൽ ഇടി എന്ന് പറഞ്ഞായിരുന്നു ശിവജിത്തേടന്റെ. അപ്പൊ റിയൽ ലൈഫിന് നല്ല ഇടിക്കാരനാണോ? Thank you. Thank you.